Good morning, all. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വെന്റിലേറ്ററിന്റെ റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ അല്ലെ, ഒരു വ്യക്തി വെന്റിലേറ്ററിൽ കഴിയുന്നത് മൂലമുള്ള റിസ്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഓർക്കുന്നുണ്ടോ? അപ്പൊ പ്രധാനമായിട്ടും 4 റിസ്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പൾമണറി എഡിമ, ദെൻ ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയ റിസ്കുകൾ എന്ന് പറയുന്നത്. വായിച്ചായിരുന്നു എല്ലാവരും? മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? ഉണ്ടോ? ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് റിസ്കുകൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ റിസ്കുകളിലെ മെയിൻ റിസ്കുകളാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഫെക്ഷനും ഇറിറ്റേഷനും വോക്കൽ കോഡ് ഇഷ്യൂസ്, ദെൻ പൾമണറി എഡിമ, ദെൻ ബ്ലഡ് ക്ലോട്ട്സ്. ഇനി വേറെ വരുന്ന അതിന്റെ ഒപ്പം തന്നെ വരുന്ന മറ്റു റിസ്കുകളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ കേട്ടിട്ടുണ്ടോ? ഒരു വലിയൊരു പേരാണ് അല്ലെ, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. മെമ്മറി ലോസ് ആകുന്നത് അല്ലെ, അതായത് മറവി, നമുക്ക് അല്ലെ മറവി എന്ന് പറയാം, ചിത്തഭ്രമം എന്നൊക്കെ പറയാം അല്ലെ, പ്രോപ്പർ ആയിട്ട് മലയാളത്തിൽ അങ്ങനെയും പറയാം. മറവി വരുന്ന ഒരു അവസ്ഥ നോക്കാം. എങ്ങനെ ഈ മറവി വരുന്നത് നോക്കാം കേട്ടോ. This can be resulted by the sedatives and many other medication provided into an individual who is on a ventilator with a breathing tube. അല്ലേ, അതായത് ബ്രീത്തിങ് ട്യൂബ്, വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ട്യൂബ് വഴി, ബ്രീത്തിങ് ട്യൂബ് ഇട്ടിട്ടുള്ള പേഷ്യൻസ്, നമ്മൾ പറഞ്ഞു മാസ്കോ അല്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് വെച്ചിട്ടാണ് വെന്റിലേറ്ററിൽ നിന്നും പേഷ്യന്റിന് ഓക്സിജൻ സ്വീകരിക്കുന്നത്. സോ ഇവിടെ ബ്രീത്തിങ് ട്യൂബ് വഴി, ബ്രീത്തിങ് ട്യൂബ് ഇട്ടിരിക്കുന്ന വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ട്യൂബ് വഴി നൽകുന്ന മെഡിസിൻസ്, മെഡിക്കേഷൻസ്, മരുന്നുകൾ, ഒരുപാട് മരുന്നുകൾ കൊടുക്കേണ്ട വരുമല്ലോ ട്യൂബ് വഴി. സോ ഈ മെഡിസിൻസ് പിന്നീട് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് ഇതുപോലെ മറവി പോലുള്ള രോഗങ്ങൾ വന്നേക്കാവുന്നത്. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ ആ മെഡിസിൻസ് കൊടുക്കുന്നതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന്. സെഡേറ്റീവ് നമുക്ക് കൊടുക്കുമല്ലോ, വേദന കുറയ്ക്കാനും അല്ലെങ്കിൽ ആള് മയക്കത്തിലാകാൻ വേണ്ടിയിട്ടുള്ള സെഡേറ്റീവ്സ് ട്യൂബ് വഴി നമ്മൾ നൽകും അല്ലെ. അപ്പൊ ഈ സെഡേറ്റീവ്സ് ഇങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെഡേറ്റീവ് മെഡിസിൻസ് കഴിക്കുന്നത് മൂലം ആൾക്ക് ഡിമെൻഷ്യ സംഭവിക്കാം, മറവി. ഓക്കെ, അപ്പൊ മറവി സംഭവിക്കുന്നത് സെഡേറ്റീവ് മെഡിസിൻസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലമാണ്. Then next one, fluid overload. This can be caused by continuous infusion, drug toxicity and renal failure. എന്താ renal failure എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, renal means renal എന്താ മീനിങ്? കിഡ്നി അല്ലെ, നമ്മുടെ കിഡ്നി ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. എങ്ങനെയാ കിഡ്നി ഫെയിലിയർ ആകുന്നത്? ഫ്ലൂയിഡ് ഓവർലോഡ് മൂലം, അതായത് അതിന് അമിതമായിട്ടുള്ള ഫ്ലൂയിഡ് നിറയുന്നത് മൂലം. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫ്യൂഷൻ ഡ്രഗുകൾ. എന്ത് ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ട്യൂബ് വഴി നൽകുന്ന ഡ്രഗ്സിനെയാണ് ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പേഷ്യന്റ് ട്യൂബിലാണല്ലോ, ഈ ട്യൂബിലൂടെ നൽകുന്ന ഇൻഫ്യൂഷൻ ഡ്രഗ് ടോക്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് കൂടുന്നത്, അതായത് കൂടുതൽ ഇങ്ങനെ നമ്മൾ അളവില് ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ ഈ ട്യൂബ് വഴി ഒരുപാട് ഡ്രഗ്സുകൾ നൽകുമ്പോൾ അത് കിഡ്നി ഫെയിലിയർ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അത് വെന്റിലേറ്ററിൽ ആകുമ്പോൾ മാത്രമല്ല, മറിച്ച് നമ്മളും നോർമലി ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നത് നമുക്ക് നല്ലതാണോ, ബെനഫിറ്റ് ആണോ? ഒത്തിരി മെഡിസിൻസ് കഴിക്കുന്നത് നമ്മുടെ വൃക്ക കിഡ്നി തകരാറാക്കാനായിട്ട് ഏറ്റവും ഉള്ള ഒരു ഇതാണ് നമ്മൾ ഈ മെഡിസിൻസ് കഴിക്കുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങളാണെങ്കിലും നമ്മള് നോർമലി എന്താണ് ചെറിയൊരു തലവേദന വന്നാൽ പോലും ചിലപ്പോൾ മെഡിസിൻ കഴിക്കുന്നവരുണ്ടാകാം അല്ലെ. നിങ്ങളിലും ഉണ്ടാകുമല്ലോ, അങ്ങനെ ഉണ്ടോ? ചെറിയൊരു വേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമ്മൾ അപ്പൊ തന്നെ ഒരു പാരസിറ്റമോൾ ഒരു ഡോൾ എടുത്ത് കഴിക്കും ഇല്ലേ, കഴിക്കാറില്ലേ? അല്ലെങ്കിൽ ചെറിയൊരു കോൾഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഗുളിക എടുത്ത് കഴിക്കും. അതാണ് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആണോ? പെയിൻ കില്ലർ എടുത്ത് കഴിക്കും. അപ്പൊ ഇതെല്ലാം മാരകമായിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ്, നമ്മുടെ കിഡ്നിയൊക്കെ ഫെയിലിയർ ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ചില മെഡിസിൻസുകൾ ഇതുപോലെ കിഡ്നി ഫെയിലിയറിന് കാരണമാകാമെന്ന്. ഓക്കെ, അപ്പൊ ഇവിടെയും ഇൻഫ്യൂഷൻ ഡ്രഗ്സ് മീൻസ് ട്യൂബ് വഴി പേഷ്യൻസിന് കണ്ടിന്യൂസ് ഡ്രഗ്സ് നൽകുമ്പോൾ കിഡ്നി ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ചില ആളുകള് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട്
അതൊക്കെ പ്രോബ്ലം ആണ്, എന്നാലും നമ്മൾ കഴിക്കും അല്ലെ? അങ്ങനെയാണോ? എന്നാലും ഞങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ കഴിക്കും അല്ലെ? പക്ഷെ ആ സമയത്ത് വേദന റിലീഫ് കിട്ടും നമുക്ക് അല്ലെ? പെയിൻ റിലീഫ് കിട്ടും. ചിലപ്പോ ആ ഒരു മെഡിസിൻ കഴിച്ച് 20 മിനിറ്റിനുള്ളിൽ ഓക്കെ ആകും, നമ്മുടെ തലവേദനയൊക്കെ പയ്യെ മാറും, കുറയാൻ തുടങ്ങും. പക്ഷെ സൈഡ് എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് വീണ്ടും വരാൻ പോകുന്നത്. ഓക്കെ, മൈഗ്രെയിൻ വരുമ്പോ കഴിക്കാറുണ്ട്. ഓക്കെ, ചിലർക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ ഒക്കെ എഴുതാറുണ്ട് അല്ലെ? ഡോക്ടേഴ്സ് സ്ഥിരമായിട്ട് മെഡിസിൻ ഒക്കെ എഴുതും. എങ്കിലും ഒരുപാട് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുന്നത് നമ്മുടെ കിഡ്നി ഫെയിലിയറിനൊക്കെ കാരണമാകും. അത് ഇപ്പോഴല്ല, ചിലപ്പോൾ ഒരു ഏജ് കഴിയുമ്പോഴായിരിക്കും അതിന്റെ പ്രോബ്ലംസ് വരുന്നത് കാണുന്നത്. ഓക്കെ, പെട്ടെന്നൊന്നും നമുക്ക് സൈഡ് ഇഫക്ട്സ് കിട്ടില്ല, പക്ഷെ നമ്മളുടെ ഒരു ഏജ് കഴിയുമ്പോഴാണ് അത് സൈഡ് ഇഫക്ട്സിലോട്ട് മാറുന്നത്. ചില മെഡിസിൻസുകൾ അങ്ങനെയാണ്, ചില പെയിൻ കില്ലറുകൾ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ എന്താ പറയാ, ഇപ്പൊ കോൾഡിനും നിങ്ങൾ തുമ്മലിനും മറ്റും കോൾഡിനൊക്കെ കഴിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്, സെട്രിസിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്. കേട്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടാകും. സെട്രിസിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്, ചെറിയൊരു കുഞ്ഞു ട്യൂബ് ഗുളികയല്ല, ചെറിയൊരു നീളത്തിലൊരു ഗുളിക ഇല്ലേ? സെട്രിസിൻ. അപ്പൊ അത് നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട്. ഇത് കഴിക്കുമ്പോൾ എന്താണ് അവസ്ഥ? ശരിക്കും നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും ഇല്ലേ? നൈറ്റ് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, നല്ല ഉറക്കം കിട്ടും. കിട്ടാറുണ്ടോ? എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? നല്ല സുഖമായിട്ട് നമ്മുടെ ജലദോഷവും തുമ്മലും എല്ലാം മാറുകയും ചെയ്യും. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ ചെയ്യാം. ഫുൾ ഉറക്കം, നല്ലൊരു മയക്കത്തിലായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഉറക്കം വരുന്നത്? അവിടെ പൈസ കുറവാണ്, അലർജി പെട്ടെന്ന് മാറും. ഓക്കെ, നമുക്ക് അലർജി ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ് അല്ലെ? കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ഡോസ് ആണ് അല്ലെ? ഡോസ് മീൻസ് അവിടെ സഡേറ്റീവ് ആണ് അത്. ഓക്കെ, അതിൽ സഡേഷൻ ആയിട്ടുള്ളൊരു എന്താണ് കണ്ടന്റ് ചേർന്നിട്ടുള്ള ഒരു മെഡിസിൻ ആണ് സെട്രിസിൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് റിലീഫാണ്, അതോടൊപ്പം തന്നെ നമ്മൾ സഡേറ്റീവ് ആക്കും പെട്ടെന്ന്. പക്ഷെ ഇത് ഉറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ല. ഓക്കെ, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടു കിടന്ന് ഉറങ്ങാം അല്ലെ? നല്ല സുഖമായിട്ട് ഉറങ്ങാം. പക്ഷെ ഈ മെഡിസിൻ അമിതമായിട്ട് കഴിക്കുന്നത് കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. ഓക്കെ, അതൊരു കാര്യം ഓർത്ത് വെക്കാം കേട്ടോ. ഇത് പുതിയൊരു ഇൻഫോർമേഷൻ അല്ല, നമുക്ക് അത്യാവശ്യം നോർമല ചെറിയ ഒട്ടും തീരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം. ഒരു അലർജി കേസ് എന്തെങ്കിലുമൊക്കെ വന്നു അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ കഴിക്കാം. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല ഈ ഒരു ടാബ്ലറ്റ്. ഓക്കെ, അഡിക്റ്റ് ആയിട്ടുണ്ട്. ഒരു അഡിക്റ്റ് ആകും, ഒരു അഡിക്ഷൻ ആണ് അത്. നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഇത് കഴിച്ചാല് എന്റെ ബ്രദർ കഴിപ്പിക്കൂല. ഓക്കെ, നമ്മൾ അങ്ങനെ അധികം കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇനി അതൊരു പുതിയ അറിവായിരിക്കും നിങ്ങൾക്ക്. കുറച്ചു പേർക്കൊക്കെ അറിയാമെങ്കിലും അപ്പൊ നമ്മൾക്കും നിങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും അധികം ഓവറായിട്ട് അത് കഴിക്കാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള സഡേറ്റീവ് മെഡിസിൻസ് ആണ് ഒട്ടും നമ്മൾ ഓവറായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ മയക്കം കിട്ടുന്നത് ഇപ്പൊ അലർജിയുടെ മിക്ക മെഡിസിൻസുകളും അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് നമുക്ക് ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിസിൻസ് ശരിക്കും എപ്പോഴാണ് കഴിക്കേണ്ടത്? ഇതുപോലെ സെട്രിസിൻ അല്ലെങ്കിൽ അലർജിയുടെ മെഡിസിൻസുകൾ ശരിക്കും നമ്മൾ കഴിക്കേണ്ട ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ആണ്. പക്ഷെ നൈറ്റിനേക്കാളും കുറച്ചും കൂടി നമ്മൾ എപ്പോഴും ഒരു 7 to 8 PM ആ ഒരു ടൈമിനുള്ളിൽ കഴിക്കണം. എങ്കിലേ സുഖമായിട്ട് നമ്മൾ ഉറങ്ങും, നമ്മുടെ ഉറക്കത്തിന് ഒരു ഇത് കിട്ടുള്ളൂ. പക്ഷെ ഇത് ഓവറായിട്ട് കഴിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇനി ആരും അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട. ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമൊക്കെ കഴിക്കാം. ഓക്കെ, ഓവറായിട്ട് ഏത് മെഡിസിൻ ആയാലും നമ്മൾ ഓവറായിട്ട് കഴിക്കുന്നത് നമ്മുടെ കിഡ്നി ഫെയിലിയറിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് പറഞ്ഞപ്പോ ടീച്ചർ അത്രയും പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ദെൻ ലങ് ഇഞ്ചുറി, ശ്വാസകോശം തകരാറുകൾ സംഭവിക്കാം. എ വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ് അല്ലെ? നമ്മുടെ ശ്വാസകോശം ഡാമേജ് സംഭവിക്കാവുന്നു. ദിസ് ക്യാൻ ഒക്യൂർ ഫോർ സെവറൽ റീസൺസ്. ശ്വാസകോശത്തിന് ഡാമേജ് സംഭവിക്കാനായിട്ട് പല കാരണങ്ങൾ ഉണ്ടെന്ന്. എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് പറയുന്നത്? 3 കാരണങ്ങൾ നോക്കാം. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ് അല്ലെ? അതായത് എയർ പ്രഷർ, ശ്വാസകോശത്തിലെ ആ വായു അല്ലെ, ആ വായുമർദ്ദം സാധാരണ ഒരു പരിധിക്ക് അപ്പുറം പോകുന്നത്. കാരണം നമുക്ക് നോർമൽ ബ്രീത്ത് അല്ല, നമുക്ക് വെന്റിലേറ്റർ വഴി ബ്രീത്തിങ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആ ഒരു സാധാരണ പരിധിക്ക് അപ്പുറം ആ വായുമർദ്ദം സംഭവിക്കാവുന്നത്. നോർമൽ അല്ലെങ്കിൽ നമുക്ക് മെഷീൻ വഴിയാണ് ലഭിക്കുന്നത് വെന്റിലേറ്ററിലാകുമ്പോൾ. സോ അവിടുത്തെ ഒരു നമ്മളുടെ വായു എയറിന്റെ ഒരു ഇത് സാധാരണ പരിധിക്ക് അപ്പുറമാകാണ്, കുറച്ച് എയർ തിങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന്. Then air seeps into the space between lungs and chest wall, pneumothorax എന്നാണ് അത് അറിയപ്പെടുന്നത്.
air seep into space between the lungs and chest wall. അല്ലേ? അതായത് നമ്മുടെ ശ്വാസകോശ ഭിത്തി, ലങ്സ് വാൾ, ശ്വാസകോശത്തിനുള്ള ഭിത്തിക്കിടയിൽ ഉണ്ടാകുന്ന വായു ശേഖരണം. അതായത് CPO ശേഖരിക്കുന്ന വായു, അമിതമായിട്ടുള്ള വായു തിങ്ങുന്നതായി നോർമൽ ലിമിറ്റിലും കൂടുതൽ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ശ്വാസകോശ ഭിത്തികൾക്കിടയിൽ ഈ വായു വന്ന് തിങ്ങി നിറയുന്നു. ചെസ്റ്റ് വാളിനും ലങ്സിനും ഇടയില വായു, എയർ സ്ലീപ്പ്, ഇത് തിങ്ങി നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂമോതൊറാക്സ്. ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന കണ്ടോ, ന്യൂമോതൊറാക്സ്. നിങ്ങൾ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ, ചെസ്റ്റ് വാൾ ഈസ് കോൾഡ് എന്നൊന്നും കൂടി എഴുതി വെച്ചേക്ക് കേട്ടോ. അതിനെയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് വിളിക്കുന്നത്. Okay, air seep into the space between the lungs and chest wall is called pneumothorax. Okay, അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ, ന്യൂമോതൊറാക്സ്. എഴുതിയോ? ബ്രാക്കറ്റിൽ ഉണ്ട് എങ്കിലും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. Then oxygen toxicity. Too much oxygen in the lungs. ഓക്സിജന്റെ അളവ് കൂടുതലായിട്ട് ലങ്സിൽ നിറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശ്വാസകോശത്തിന് ലങ് ഇഞ്ചുറി സംഭവിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ബാക്കി വരുന്ന സൈഡ് എഫക്ട്സ്. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ സൈഡ് എഫക്ട്സുകളാണ് ഇൻഫെക്ഷനും ഇറിറ്റേഷനും, വോക്കൽ കോഡ്, പൾമണറി എഡീമ, ബ്ലഡ് ക്ലോട്ട്സ്. അത് കഴിഞ്ഞിട്ട് വരുന്ന റിസ്കുകളാണ് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി. ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഇത്രയും ഭാഗം ഒന്ന് വായിക്കാം. വായിച്ചല്ലോ? ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം. ഈ ഒരു ചാപ്റ്ററില് ന്യൂമോതൊറാക്സിന്റെ മലയാളം. ന്യൂമോതൊറാക്സ് എന്നുള്ളൊരു മെഡിക്കൽ ടേമാണ്. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ, അതായത് ലങ്സ്, ശ്വാസകോശ ഭിത്തികൾക്കിടയിൽ വായു നിറയുന്ന ഒരു അവസ്ഥേനെ വിളിക്കുന്ന പേരാണ് ന്യൂമോതൊറാക്സ്. ഓക്കെ, അതിന് മലയാളം പ്രത്യേകിച്ചില്ല, അതൊരു മെഡിക്കൽ ടേമാണ്. ഇപ്പൊ നമ്മള് എന്താ COPD എന്ന് പറയില്ലേ, അതായത് ക്രോണിക് പൾമണറി, അതായത് ഓക്സിജന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെ അളവ് കൂടെ കുറയുന്ന ഒരു അവസ്ഥ അല്ലെ. അതുപോലെ ഒരു മെഡിക്കൽ ടേമാണ് അത് ന്യൂമോതൊറാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സംഭവം എന്ന് വെച്ചാൽ എന്താണ്, ശ്വാസകോശത്തിനുള്ള വായു നിറയുന്ന അവസ്ഥ. ഓക്കെ, അതാണ് മെഡിക്കൽ ടേമാണ്. അതിന് പ്രത്യേകിച്ച് മലയാളമൊന്നും ഇല്ല. നമ്മൾ ഇന്ത്യയിൽ മലയാളീകരിച്ചിട്ട് ഭയങ്കര ടഫ് ആക്കുണ്ടാവും. ഓക്കെ, അതായത് വായുമർദ്ദം കൂടുന്നത് നമ്മുടെ ലങ്സിനുള്ളില്. നോർമൽ ബ്രീത്തിങ് അല്ലല്ലോ, നമുക്ക് മെഷീനിൽ കൂടി, അതായത് വെന്റിലേറ്ററിൽ കൂടിയാണല്ലോ ഓക്സിജൻ ലഭിക്കുന്നത്. അപ്പൊ നോർമലിലും നല്ല രീതിയിൽ വായുമർദ്ദം നമ്മുടെ ബോഡിയിൽ, ലങ്സിൽ കൂടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Who attends to the patients on a mechanical ventilator. ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിലെ പേഷ്യൻസിനെ ആരാണ് പരിചരിക്കുന്നത്? ഒരു വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് പേഷ്യൻസിനെ പരിചരിക്കുന്നത് നോക്കാം. The patients who are mechanically ventilated, care providers like, underline ചെയ്ത് വെക്കാം കേട്ടോ. ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിലെ പേഷ്യൻസിനെ ആരൊക്കെയാണ് പരിചരിക്കുന്നത്? Physicians, anesthesiast, pulmonary specialist, physiotherapist or respiratory therapist, and nurses are liable to take care of them. ആരൊക്കെയാണ്? ഇത്രയും ഒരു സ്റ്റാഫുകൾ ഉണ്ട് ഈ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ. ഫിസിഷ്യൻ ഉണ്ടാവും, ആരൊക്കെ പരിചരിക്കുന്ന ഫിസിഷ്യൻ. ദെൻ അനസ്തീഷ്യസ്റ്റ്. അനസ്തീഷ്യസ്റ്റ് എന്ന് വെച്ചാൽ ആരോ അനസ്തീഷ്യ നൽകുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടർ, അനസ്തീഷ്യസ്റ്റ്. ദെൻ പൾമണറി സ്പെഷ്യലിസ്റ്റ്. പൾമണറി എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പൾമണറി സ്പെഷ്യലിസ്റ്റ്
ലങ്സ് അല്ലെങ്കിൽ ചെസ്റ്റ് ലങ്സിന്റെ മെയിൻ ആയിട്ട് പൾമണറി എന്ന് പറഞ്ഞാൽ ലങ്സ് പ്രോബ്ലത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ. Then physiotherapist or respiratory therapist. Respiratory എന്ന് വെച്ചാൽ ആരാ? ഈ ശ്വസന സംബന്ധമായിട്ടുള്ള റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. Then nurse. ഇത്രയും പേരാണ് ഒരു വെന്റിലേറ്ററിലെ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന വ്യക്തികൾ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത ആരൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, then last one, the administration must make sure. അഡ്മിനിസ്ട്രേഷൻ അതായത് മാനേജ്മെന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വെന്റിലേറ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് വൺ, ദ പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. അല്ലെ, അതായത് ഉപകരണങ്ങള് ആ വെന്റിലേറ്റർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള് പീരിയോഡിക്കലി മീൻസ് ആനുകാലികമായിട്ടും, അതായത് എത്രയും നമ്മൾ തുടരെ എന്നൊക്കെ പറയില്ലേ, ആഴ്ചയിലോ അല്ലെങ്കിൽ അതൊരു കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന്. എക്യുപ്മെന്റ്സുകൾ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ നടത്തുക. ഏതെങ്കിലും എക്യുപ്മെന്റ്സ് നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിന്റെ പിക്ചർ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം കാണിച്ച പിക്ചർ നമുക്കുണ്ടോ? ഒത്തിരി മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, മറ്റ് എക്യുപ്മെന്റ്സുകൾ, ഒത്തിരി എക്യുപ്മെന്റ്സുകളുണ്ട്. സോ ഈ എക്യുപ്മെന്റ്സുകൾക്ക് ആനുകാലികമായിട്ട് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ദെൻ അതിനെന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ചെയ്യുക. Then obtainability of well-trained staff in care of patients in ventilator. വെന്റിലേറ്ററിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഒബ്റ്റെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും ഒരു പരിശീലനം ലഭിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ആയിരിക്കണം എന്ന്. അല്ലെ, ഇപ്പൊ ഒരു ട്രെയിനിങ് കഴിഞ്ഞ ഒരു നഴ്സിംഗ് സ്റ്റുഡൻസിനെ വിളിച്ച് നമുക്ക് വെന്റിലേറ്ററിൽ കൂടെ നിർത്താൻ പറ്റുമോ? നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അറിയാമോ? ഇല്ല. അതുകൊണ്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളത്, ഇപ്പൊ ICUലാണെങ്കിലും വെന്റിലേറ്ററിലൊക്കെ ആണെങ്കിലും അവിടെ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകൾ ആയിരിക്കണം നമ്മൾ വെന്റിലേറ്ററിൽ നിർത്തുവാൻ. Then strict protocols. The care of ventilator patients. വെന്റിലേറ്റർ പേഷ്യൻസിന് വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസുകൾ കൊണ്ടുവരണം. അതായത് എന്താണ് പ്രോട്ടോകോൾസ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ വെൽ ക്ലീൻ ആയിരിക്കണം അവിടെ, അതുപോലെ തന്നെ PPE മീൻസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഒക്കെ ഉപയോഗിക്കുക സ്റ്റാഫുകള്. ദെൻ എന്താണ് വിസിറ്റേഴ്സിനൊന്നും അലൗ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പാലിക്കണം. സഫീഷ്യന്റ് റിസോഴ്സ് ഷുഡ് ബി അവൈലബിൾ. വെന്റിലേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് റിസോഴ്സുകൾ ഉണ്ടായിരിക്കണം. അതായത് ഇതുപോലെ എക്യുപ്മെന്റ്സുകളും മറ്റു സാധനങ്ങളൊക്കെ, ഇപ്പോ ബെഡ്സ് ആണെങ്കിലും ബെഡ്, തലകിടപ്പിലോ അങ്ങനെയുള്ള എല്ലാ റിസോഴ്സുകളും അവിടെ ലഭ്യമായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു മാനേജ്മെന്റിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കി പൂവറ്റൻസ് തുടങ്ങി ലാസ്റ്റ് 4 പോയിന്റ് വരെ വായിക്കാം കേട്ടോ. അയച്ചോ? ഓക്കെ, റീഡ് ചെയ്തെല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മളെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? നമ്മളറിയാതെ തന്നെ പെട്ടെന്ന് നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട് ചാപ്റ്റർ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ 50% പഠിച്ചു കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ?
ഇങ്ങനെയാണോ? 50% എല്ലാവരും പഠിച്ചോ? വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? ആരും റെസ്പോൺസ് ചെയ്യാലോ പഠിച്ചോന്ന് വെച്ചപ്പോ? ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു. വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എക്യുപ്മെന്റ് ആണ് അല്ലെ? വെന്റിലേറ്റർ മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെന്റ് ആണ്, ലങ്സ് വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ദെൻ ഇതിനെ നമ്മൾ ലൈഫ് സേവിംഗ് മെഷീൻ എന്ന് വിളിക്കാം. ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുള്ളവർക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നു. ദെൻ വെന്റിലേറ്ററിൽ നിന്ന് നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുന്ന 2 മെത്തേഡുകളാണ്. ഏതൊക്കെയാണ് 2 മെത്തേഡുകൾ? പെട്ടെന്ന് ആൻസർ പറയാനോ? കമന്റ് ചെയ്യണേ. 2 മെത്തേഡുകൾ ഏതൊക്കെയാണ്? വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുന്ന 2 മെത്തേഡ്സുകൾ. മാസ്ക്, ദെൻ അത് ട്യൂബ്. ഓക്കെ. ദെൻ മെക്കാനിക്കൽ വെന്റിലേറ്റർ അറിയപ്പെടുന്ന മറ്റു 2 പേരുകളാണ് ബ്രീത്തിങ് മെഷീനും ദെൻ മെക്കാനിക്കൽ വെന്റിലേഷനും. 2 പേരുകൾ. ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞു എങ്ങനെ ഏത് ഹെൽത്ത് കണ്ടീഷൻസിലാണ് വെന്റിലേറ്റർ ആവശ്യമായി വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞായിരുന്നു. ARDS, COPD, ദെൻ ആസ്മ, ബ്രെയിൻ ഇഞ്ചുറി, കാർഡിയാക് അറസ്റ്റ്, collapsed lungs, stroke, coma, drug overdose, തുടങ്ങിയ എക്സാമ്പിൾ. അതിൽ ARDS-ഉം COPD ഒക്കെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫുൾ ഫോമുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ഫോമുകൾ എല്ലാ ചാപ്റ്റേഴ്സിലും ഫുൾ ഫോമുകൾ വരുന്നുണ്ട്. സോ ഈ ഫുൾ ഫോമുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എക്സാമിനൊക്കെ ഫുൾ ഫോമുകൾ ചോദിക്കാറുണ്ട്. സോ ഫുൾ ഫോമുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ദെൻ ഡ്യൂറിങ് സർജറിക്കും റിക്കവറൽ ഫ്രം സർജറിക്കും വെന്റിലേറ്റർ ആവശ്യമാണെന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കിയത്. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് ഒരു ഹ്യൂമൻ ബോഡിയിലെ എയർവേസ് ഏതൊക്കെയാണ്? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, ലങ് ട്യൂബ്. ദെൻ ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ: ഹാർട്ട് റേറ്റ് നോക്കാം, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, then oxygen saturation, chest x-ray, then blood testകൾ. Okay. Then benefits എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി അല്ലേ? ഒരു മെക്കാനിക്കൽ വെന്റിലേഷൻ കൊണ്ട് പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇപ്പോൾ ജസ്റ്റ് പോയിന്റുകളാണ്. then ലാസ്റ്റ് വൺ നമ്മൾ റിസ്ക് ആണ് നോക്കിയത് അല്ലെ? ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ്, പൾമണറി എഡീമ, ബ്ലഡ് ക്ലോട്ട്. then ബാക്കി അത് കൂടാതെ വരുന്ന റിസ്കുകള് സെഡേഷൻ, റിലേറ്റഡ് ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി. ദെൻ നമ്മൾ നോക്കിയത് ആരൊക്കെയാണ് ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ രോഗിയെ ശുശ്രൂഷിക്കുന്നത്. ആരൊക്കെയാണ്? ഫിസിഷ്യൻ, അനസ്തീഷ്യസ്റ്റ്, പൾമണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ദെൻ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എക്യുപ്മെന്റ്സ് ഒക്കെ അനുകാലികമായിട്ടും എന്താണ് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുക. ദെൻ സ്റ്റാഫുകൾ വെൽ ട്രെയിൻഡ് ആയിരിക്കണം. ദെൻ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ് വെന്റിലേറ്ററിൽ പാലിക്കുക. ദെൻ അവിടേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് ഇതുവരെ അറിവില്ലാത്ത ഒരു ഏരിയയാണ് നമ്മൾ വെന്റിലേറ്റർ പഠിച്ചത് അല്ലേ? നമ്മൾ ഇത് പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമായിരുന്നോ? വെന്റിലേറ്ററിനെ കുറിച്ച് അറിയാമായിരുന്നോ? ഇല്ല, നമുക്ക് പുതിയൊരു അറിവാണ് കിട്ടിയത് അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒരു പ്രാവശ്യം ഓടിച്ചൊന്ന് വായിച്ചു നോക്കാമോ? ഒരു പ്രാവശ്യം കേട്ടോ. ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. ഓക്കെ, എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു പോകുക കേട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. 5 മിനിറ്റ് സമയം മതിയല്ലോ. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ശ്വസന പരാജയമുള്ളവർക്കൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു തെറാപ്പിസ്റ്റ് ആണ്. നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുന്ന പോലെയൊക്കെ തന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്വസനത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. വെന്റിലേറ്ററിൽ വെച്ച് ജീവൻ കിട്ടും. ഓക്കെ, അതെ, നോർമലായിട്ട് നമുക്ക് ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അതാണ് അല്ലെ? വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആൾക്ക് ജീവൻ കിട്ടും. വെന്റിലേറ്റർ ഊറ്റിയിട്ടുണ്ടെങ്കിൽ
ആള് മരണപ്പെടാം. ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ നമുക്ക് അറിയാമായിരുന്നു. ആണോ? അങ്ങനെയല്ലേ എല്ലാവർക്കും? കുറച്ചു പേർക്ക് എനിക്ക് തോന്നുന്നത് അറിയാമായിരിക്കും അല്ലേ? നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു, കൂടുതലല്ലെങ്കിലും അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ നമുക്ക് അറിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി മറ്റുള്ളവരോട് കൂടി പറയാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും അഡ്മിറ്റ് ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാം അല്ലെ? നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് കൂടി ഷെയർ ചെയ്യാൻ പറ്റും ഇല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഓക്കെ, അപ്പോ വെന്റിലേറ്റർ തന്ന ചാപ്റ്റർ ഓക്കെ ആണല്ലോ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ? നമുക്ക് അത്യാവശ്യം വെന്റിലേറ്റർ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ARDS ARDS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഫുൾ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് അല്ലെ? ശ്വസന പരാജയം. അതായത് നമ്മൾ പറഞ്ഞില്ല, ഇപ്പോ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ശ്വസന പരാജയമൊക്കെ വരാം. ഇപ്പോൾ സിയാനോസിസ് നമ്മൾ പറഞ്ഞു, ഇപ്പൊ പോയിസണിങ് ഒക്കെ ആകുമ്പോൾ, ഇതുപോലെ വിഷാംശം നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ARDS എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഞാൻ ഒന്ന് പറഞ്ഞു പോയിസണിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നന്നായിട്ട് പഠിക്കാട്ടോ വെന്റിലേറ്റർ. ഇപ്പൊ ഒരു 50% നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എല്ലാവരും. ദെൻ കുറച്ചും കൂടി അതിന് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ നമ്മളിനി നെക്സ്റ്റ് ഒരു ചാപ്റ്റർ കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU. ഓക്കെ, ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെന്നാണ് എന്റെ വിശ്വാസം. ആണോ? ICU എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? ICUനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു അറിവില്ല ICU എന്ന് പറയുമ്പോൾ? നിങ്ങളുടെ അറിവില്ല എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ? എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ICU എന്ന് പറയുമ്പോൾ? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ തെറ്റിപ്പോകുന്നു വിചാരിക്കേണ്ട, കുഴപ്പമില്ല. നിങ്ങളുടെ അറിവിലുള്ള കാര്യങ്ങൾ.
ICU എല്ലാവർക്കും കയറാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അതിനൊരു ലിമിറ്റ് ഉണ്ട്. സ്പെഷ്യൽ കെയർ ആണ് നമ്മൾ നൽകുന്നത്. ക്രിട്ടിക്കൽ ടൈമിലാണ് ICU കൂടുതലും ഉപയോഗിക്കുന്നത്. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, വേറെ എന്തൊക്കെയാണ് ഇത്രയുള്ള ICUനെ കുറിച്ച്? സർജറി കഴിയുമ്പോഴൊക്കെ നമ്മൾ ICUവിൽ കിടക്കും അല്ലെ? റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ്, റിസ്ക് കേസസ്. ഓക്കെ, ഓക്കെ, മോണിറ്ററിംഗ് ഹിയർ മോർ അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ICU. അപ്പൊ നമ്മളൊരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ എന്താണെന്ന് പഠിച്ചു. അവിടെയുള്ള റിസ്കുകൾ, ബെനഫിറ്റ് എന്തൊക്കെയാണ് അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ വെന്റിലേറ്റർ വിട്ടു. ദെൻ ICUയിലേക്കാണ്, ICU എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. സോ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു മുഖ്യ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് പേഷ്യന്റിനെ ICUയിലാണെന്ന് ആക്കുന്നത് അല്ലെ. നമ്മൾക്കറിയാം ഇപ്പൊ ICUയിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അതിനോട് അർത്ഥമാക്കുന്നത്? അപ്പൊ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ് അല്ലെ, പേഷ്യൻസിന് കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നുള്ളൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ICU എന്ന് പറയുമ്പോൾ തന്നെ. ഓക്കെ, ദെൻ നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ ഉണ്ട്. ആക്സിഡന്റ് കേസസുകളും എമർജൻസി കേസസുകളൊക്കെയാണ് പെട്ടെന്ന് തന്നെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഒരു ICUവിന്റെ ഒരു പിക്ചർ ആണ് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. പിക്ചർ ടെക്സ്റ്റില് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് പേജിൽ തന്നെ. ഓക്കെ, അപ്പോ പിക്ചർ നോക്കി നിങ്ങൾ പേഷ്യൻസിന് കിടക്കാനുള്ള ഒരു ബെഡ് ഉണ്ട്. ദെൻ ഒരുപാട് മോണിറ്ററിംഗ് സിസ്റ്റംസ് ഉണ്ട്. ദെൻ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെന്റ്സുകൾ ഉണ്ട്. ദെൻ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു ICUവിന്റെ ഏകദേശം ഒരു വെന്റിലേറ്ററിന്റെ ഒക്കെ പോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആണോ? നമ്മൾ വെന്റിലേറ്ററിന്റെ പിക്ചർ കണ്ടില്ലേ? ഏകദേശം അതുമായിട്ടും ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ടോ? ഇത്രയും മോണിറ്ററിങ്ങും എക്യുപ്മെന്റ്സുകളൊക്കെ അടങ്ങുന്നത് തന്നെയാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോ ICUയുടെ ഒരു സ്ട്രക്ചർ ആണത് കേട്ടോ. മോണിറ്ററിംഗ് സിസ്റ്റംസ് ഉണ്ട്, മറ്റ് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെന്റ്സുകളൊക്കെ ഉണ്ട്. ഒരു ICUയില് കുറെ പേരെ കിടക്കാൻ പറ്റും. ഒത്തിരി പേരൊന്നും കിടക്കാൻ പറ്റില്ല. ചിലപ്പോ അതിന്റെ വലിപ്പം അനുസരിച്ച്. അതായത് ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ ICU തന്നെ പല ഡിഫറെന്റ് ടൈപ്പ് ICU ഉണ്ട് ഇല്ലേ? ഡിഫറെന്റ് ടൈപ്പ് ICU നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ ന്യൂറോ ICU ഉണ്ട്. അവിടെ അത്തരത്തിലുള്ള പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസ് ഒന്നുമില്ല, മാക്സിമം ഒരു 3 തോന്നുന്നു, മാക്സിമം 3-4 പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് സ്പെഷ്യലൈസ്ഡ് ICUയിലൊക്കെ വരുമ്പോൾ. ഓക്കെ, ഒരുപാട് ഇപ്പൊ വാർഡ് പോലെ ഒത്തിരി പേരൊന്നും ഇല്ല. കാരണം ഓരോ പേഷ്യൻസിനും സെപ്പറേറ്റ് എക്യുപ്മെന്റ്സുകളും മോണിറ്ററിംഗ്സ് ആവശ്യമാണല്ലോ. പിക്ചർ കണ്ടില്ലേ ഇപ്പൊ നിങ്ങള്? 2 ബെഡ് ഉണ്ട് കേട്ടോ. 2 ബെഡിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റം ആവശ്യമാണ്. അപ്പൊ ഈ ഒരുപാട് പേരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ മാക്സിമം 2-3 പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, എങ്കിലല്ലേ നമുക്ക് അവർക്ക് കുറച്ചും കൂടി മോർ കെയർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരേ ടൈമിൽ ഒരുപാട് പേര് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കെയറിംഗ് ഒക്കെ. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ICU ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നോക്കാം, ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ്. A unit in a hospital that provides intensive care for critically ill or injured patients, which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. Okay, ഒരു സെന്റൻസ് അവസാനിക്കുന്നത് അവിടെയാണ് കേട്ടോ. So first sentence ഒന്ന് underline ചെയ്തതാ. A unit in a hospital that provide intensive care for critically ill or injured patients. Underline ചെയ്യാം. പേഷ്യൻസ് വരെ അണ്ടർലൈൻ ചെയ്യാം. അതായത് ഒരു ICU എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. A unit in a hospital that provide intensive care for critically ill or injured patients.
which is operated. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ്. Then provide intensive care. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റൻസീവ് കെയർ ആണെന്ന്. ഇന്റൻസീവ് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ എമർജൻസി ആയിട്ടുള്ള ഒരു കെയറുകളാണ് ഫോർ ക്രിട്ടിക്കൽ ഇൽ ഓർ ഇൻജേർഡ് പേഴ്സൺസ്. ഇഞ്ചുറി ആയിട്ടുള്ള പേഴ്സൺസിന് ക്രിട്ടിക്കലി ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനസ് എന്ന് വെച്ചാൽ അസുഖങ്ങൾ രോഗങ്ങളുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ ഫസ്റ്റ് സെന്റൻസ് പേഷ്യൻസ് വരെ ഒരു ICU എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, a unit in a hospital that provide intensive care for critically ill or injured patients, which is operated by specially trained medical staff. കണ്ടോ, നമ്മൾ വെന്റിലേറ്ററിൽ പറഞ്ഞില്ലേ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് വെന്റിലേറ്ററിൽ നിൽക്കുന്നത്. സോ അതുപോലെ തന്നെ ഒരു ICUയിലും സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് ICUയിലെ പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. And has equipment that allows for continuous monitoring and life support. കണ്ടോ, പിക്ചറിൽ കൊടുത്തിട്ടില്ലേ എക്യുപ്മെന്റ്സ് ഉണ്ട് that allows continuous monitoring. പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് സപ്പോർട്ടിന് വേണ്ടി മോണിറ്ററിംഗ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളും അവൈലബിൾ ആണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് ഒരു ICU എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റ് ആണ്. ദെൻ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയും ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയും നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് ICUവിനുള്ളിലുള്ളത്. ദെൻ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നു. ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ചെയ്യുന്നു. അത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്രയും ഭാഗം? ഓക്കെ. Then patient may be referred either directly from an emergency department or from ward if their condition rapidly or immediately after surgery, if the surgery is very invasive and the patient is risk of complications. Okay, അപ്പോ ഏതെല്ലാം രീതിയിലാണ് ഒരു പേഷ്യൻസിനെ നമ്മള് ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഓരോ കാര്യങ്ങൾ എടുത്തു പറയാം കേട്ടോ. പേഷ്യന്റ് മേ ബി റെഫേർഡ് ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ICUയിലോട്ട് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ ആക്സിഡന്റ് കേസുകൾ ചിലപ്പോ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് ആ സഡൻ അപ്പൊ തന്നെ ആള് ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ചിലപ്പോ എന്താണ് തലക്കൊക്കെയാണ് ഹെഡ് ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആളെ അപ്പൊ തന്നെ നമ്മൾ ICUയിലോട്ട് ഡയറക്ട്ലി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. Patient may be referred either directly from an emergency department. Okay, clear ആയോ? ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോൾ ഹെഡ് ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ മേജർ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. Okay, first condition. Second one, from a ward if their condition rapidly. ഇപ്പൊ ഒരു പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്ത് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ സഡൻ പെട്ടെന്ന് ആള് എന്തെങ്കിലും റാപ്പിഡ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വശമാകുന്ന ഒരു അവസ്ഥ, അതായത് ചിലപ്പോൾ ശ്വാസം കിട്ടാതെ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിലും നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാം? പേഷ്യന്റിനെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഷിഫ്റ്റിംഗ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് immediately after surgery if the surgery is very invasive. ഇപ്പൊ ഒരു സർജറിക്ക് ശേഷം ആഫ്റ്റർ സർജറിക്ക് ശേഷം നമുക്ക് ICUയിലോട്ട് ചിലപ്പോൾ ഒരു 1 day ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ സർജറിക്ക് ഡേയിൽ അല്ലെങ്കിൽ സർജറിക്ക് ഇഫ് ദ സർജറി പെട്ടെന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാകും സർജറിയിൽ. ചിലപ്പോ ആൾക്ക് BP ചിലപ്പോൾ കൂടിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഇൻവാസീവ് എന്ന് വെച്ചാൽ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടാക്കുക. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻസ് വരുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ആളെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ ഷിഫ്റ്റിംഗ്. ഇനി നാലാമതായിട്ട് പറയുന്നത് പേഷ്യന്റ് ഈസ് അറ്റ് ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ്. പേഷ്യൻസ് വളരെയധികം റിസ്ക് ഉള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന്, അതായത് ഇതൊരു വലിയ മേജർ സർജറി ഒക്കെയാണല്ലോ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും റിസ്ക് വരികയാണെങ്കിൽ നമ്മൾ ICUയിലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ 3 ടൈപ്പാണ് ഷിഫ്റ്റിംഗ് വരുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു
ഡയറക്റ്റ് ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആക്സിഡന്റ് കേസുകളും മറ്റും വരുമ്പോൾ നമ്മൾ ഡയറക്ട്ലി ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ പറഞ്ഞത് ഇപ്പൊ വാർഡിലായിരിക്കുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ മൂന്നാമതായിട്ട് പറഞ്ഞത് സർജറി കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതും സർജറിക്കിടയിൽ ഇൻവാസീവ് ആയിട്ട് എന്തെങ്കിലും ആക്രമണകരമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ICUയിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞത് ഹൈ റിസ്ക്, അതായത് ഇപ്പൊ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോഴും നമ്മൾ പേഷ്യൻസിനെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? 3 തരത്തിലുള്ള ഷിഫ്റ്റിങ് എങ്ങനെയാണ് ICUയിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്? ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോ ICUവിനെ കുറിച്ച് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയോ എല്ലാവർക്കും? ICUവിനെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയോ? ഓക്കെ, സ്പീഡ് ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? സ്പീഡ് കൂടിപ്പോണമെന്നില്ലാലോ. ഞാൻ ഇങ്ങനെ ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് ഇപ്പൊ പോകുന്നത്. കുഴപ്പമില്ലാലോ. അധികം സ്പീഡ് കുറച്ചാലും അത് കേട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറയണോ? ഏതാണ് ഒന്നുകൂടെ പറയേണ്ടത്? ടോട്ടൽ ആയിട്ടാണോ? ഒന്നുകൂടെ പറയാം, ഒരു പ്രാവശ്യം കൂടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ICU ആണ് നോക്കിയത്. ICU എന്ന് പറയുന്നത് എന്താണ്? എ യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് ഇന്റൻസീവ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ ഓർ ഇൻജേർഡ് പേഷ്യൻസ്. ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. ആ യൂണിറ്റിൽ നമ്മൾ നൽകുന്നത് ഇന്റൻസീവ് കെയർ ആണ്. അതായത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോർ കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഫോർ ആർക്ക് വേണ്ടി? ക്രിട്ടിക്കലി ഇൽ, മാരകമായിട്ടുള്ള കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്കും ഇഞ്ചുറി ആയിട്ട് വരുന്നത് ഇപ്പൊ ആക്സിഡന്റ് കേസുകളും അങ്ങനെയുള്ള ഇഞ്ചുവേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ്സുകൾ 7 days കിടന്നിട്ടുണ്ട്. ഓക്കെ, ചോദിക്കാം കേട്ടോ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ അതാണ് ഒരു ഹോസ്പിറ്റലിൽ യൂണിറ്റ് ആണ്. അവിടെ ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസും അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ് ICUയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഈ ICUയിൽ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വെന്റിലേറ്ററിൽ പറഞ്ഞില്ലേ, സ്പെഷ്യൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ICUയിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ICUയിൽ ഉള്ളത്. ദെൻ അവിടെ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. പേഷ്യൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒത്തിരി എക്യുപ്മെന്റ്സുകൾ, പിക്ചർ കണ്ടില്ലേ നിങ്ങൾ? മോണിറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകളുണ്ട്. ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ്. ദെൻ പിന്നെ പറയുന്നത് പേഷ്യൻസിനെ നമ്മൾ ICUയിലോട്ട് മാറുന്നത് എപ്പോഴൊക്കെയാണ് ഒരു പേഷ്യന്റിനെ ICUയിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്? Patient may be referred either directly from an emergency department. പെട്ടെന്നൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ നമുക്ക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതായത് ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഹെഡ് ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡയറക്ട്ലി ഡോക്ടർ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നു. ദെൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി, ഇപ്പോ സർജറി ഇപ്പൊ ഏതെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഡയറക്ട്ലി ICUയിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ സർജറിയുടെ ടൈമില്, സർജറി നടക്കുന്ന ഇടയിൽ പെട്ടെന്ന് രോഗിക്ക് അസ്വസ്ഥതകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ പേഷ്യന്റ് ഈസ് അറ്റ് ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ്, അതായത് കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ള പേഷ്യൻസ്, ഇപ്പോ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും റിസ്കുകളൊക്കെ സംഭവിക്കാം. സോ അത്തരത്തിലും നമ്മുടെ പേഷ്യൻസിനെ ICUയിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ. ഏകദേശം ഒരു ICUവിനെ കുറിച്ചിട്ടുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു ഔട്ട്ലൈൻ ആണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഡൗട്ട് ചോദിച്ച ആൾ കാണുന്നില്ലല്ലോ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി. ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കാം കേട്ടോ. വായിക്കുമ്പോൾ മനസ്സിരുത്തി വായിക്കാം, മനസ്സിലാക്കി വായിക്കണം. ഓക്കെ, വെറുതെ ഒറ്റ നോട്ടത്തിൽ ഓടിച്ചിട്ട് വായിക്കുന്നത് വായിക്കുന്നത്. വായിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ മൈൻഡിലോട്ട് വായിക്കുന്ന കാര്യങ്ങൾ കയറണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു, അണ്ടർലൈൻ ചെയ്യാം.
വായിച്ചു. ക്ലിയർ ആണോ? വായിച്ചിട്ടില്ലാന്നർത്ഥം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്തൊരു ചെറിയൊരു ഭാഗം കൂടി എടുത്തിട്ട് നമുക്ക് ക്ലാസ് ആയിട്ട് ചെയ്യാം അല്ലെ? നോക്കാം. ചെറിയൊരു കാര്യം മാത്രമേ. Who are cared for in the ICU? ICU നമ്മൾ ആരൊക്കെയാണ് കെയർ ചെയ്യുന്നത് നോക്കാം. Patient may have planned admission after surgery. അല്ലേ? പേഷ്യൻസിന് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ICU അഡ്മിറ്റ് ചെയ്യും. നമ്മൾ സർജറി കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ ഒരു ദിവസം അല്ലെങ്കിൽ ICUയിലോട്ടൊക്കെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതാണ് പ്ലാനഡ് അഡ്മിഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സർജറിക്ക് ശേഷം പേഷ്യന്റിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും? ICUയിൽ അഡ്മിറ്റഡ് ആകും. ആൾക്ക് ഒരു കുറച്ചും കൂടി കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്കിട്ട് വേണമെങ്കിൽ ICUയിലോട്ടൊക്കെ ഒന്ന് അഡ്മിറ്റഡ് ആകും. വലിയ വലിയ സർജറി ഒക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ചെറിയ സർജറിക്കൊന്നുമല്ല, കുറച്ചും കൂടി മേജർ ആയിട്ടുള്ള സർജറിക്കൊക്കെ ആണെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യന്റിനെ ഒരു 1 day വേണമെങ്കിൽ ICUയിലേക്ക് ഒന്ന് അഡ്മിറ്റ് ചെയ്യും. മോർ കെയർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. Then an unexpected admission after an accident or be admitted due a sudden and critical worsening their health. ഇനി അൺഎക്സ്പെക്ടഡ്, പ്രതീക്ഷിക്കാതെയുള്ള അഡ്മിഷൻസുകൾ, അതായത് നമ്മൾ പറഞ്ഞു ആക്സിഡന്റ് കേസസുകൾ അല്ലെ. ദെൻ അതോടൊപ്പം തന്നെ സഡൻ ക്രിട്ടിക്കൽ റോസണിങ്. റോസണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ വാർഡിൽ കിടക്കുന്ന റൂമിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥിതി മോശമാകുന്ന ഒരു അവസ്ഥ, വഷളാവുക. റോസണിങ് എന്ന് വെച്ചാൽ വഷളാവുക, പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വരാം, അങ്ങനെയുള്ള കേസസുകൾ വരുന്നത്. അതൊക്കെ അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആണ് അല്ലെ. പ്ലാനഡ് അല്ല. പ്ലാനഡ് എന്ന് പറയുമ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആളെ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ICUയിൽ അഡ്മിറ്റ് ആക്കണം എന്നുള്ളത്. ഓക്കെ. അൺഎക്സ്പെക്ടഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആക്സിഡന്റ് കേസുകളും ദെൻ ക്രിട്ടിക്കൽ റോസണിങ്, പെട്ടെന്ന് ഹെൽത്ത് ആരോഗ്യം മോശമാകുന്ന ഒരു അവസ്ഥ. ദെൻ some hospital ICU specializes in providing care for particular health conditions or injuries that include. ഓക്കെ. അപ്പോ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ICUയിലെ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്? എന്തൊക്കെ റീസൺസ് വരുമ്പോഴാണ് ICUയിൽ നമ്മൾ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നത്? അപ്പൊ കുറച്ച് റീസൺസ് ആണ് പറയുന്നത്. സെർവർ ബേൺസ്. എന്താണ് സെർവർ ബേൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളല്, അമിതമായിട്ടുള്ള കഠിനമായിട്ടുള്ള പൊള്ളലുകൾ വരുമ്പോഴും നമ്മൾ പേഷ്യൻസിനെ ICUയിൽ അഡ്മിറ്റഡ് ആക്കുന്നു. റെസ്പിറേറ്ററി ഫെയിലിയർ. റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വെച്ചാൽ ശ്വസന പരാജയം, ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ICUയിൽ അഡ്മിറ്റഡ് ആക്കുന്നു. കാർഡിയോ തൊറാസിക് സർജൻ. എന്താ കാർഡിയോ തൊറാസിക് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? കാർഡിയോ എന്ന് പറയുമ്പോൾ കാർഡിയോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറികൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈപ്പാസ് സർജറി, വാൽവ് മാറ്റി വെക്കല്, അങ്ങനെയുള്ള ശസ്ത്രക്രിയകളൊക്കെ ഉണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ കാർഡിയോ തൊറാസിക് സർജറി എന്ന് വിളിക്കുന്നത്. കോംപ്ലക്സ് സ്പൈനൽ സർജറി. സ്പൈനൽ സർജറി എന്ന് വെച്ചാൽ എന്താ? സ്പൈനൽ എന്ന് വെച്ചാൽ മീൻസ് നട്ടല്, അങ്ങനെയുള്ള സ്പൈനൽ കോഡിന്റെ സർജറീസുകൾ. മേജർ ട്രോമ. ട്രോമ എന്ന് വെച്ചാൽ എന്താ? വലിയ ആഘാതങ്ങളും വീഴ്ചകളുമാണ് കേട്ടോ. അതായത് ശാരീരിക ക്ഷതങ്ങളൊക്കെ സംഭവിക്കുക, വലിയ വീഴ്ചകളൊക്കെ സംഭവിക്കുക, വലിയ മുറിവുകളും വലിയ വീഴ്ചകളും. ഓക്കെ. ദെൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. നമ്മൾ പറഞ്ഞു ഓർഗൻ മീൻസ് അവയവദാനങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ICUയിൽ അഡ്മിറ്റഡ് ആക്കണം. അതൊക്കെ കുറച്ച് മേജർ ആയിട്ടുള്ള സർജറി ആണല്ലോ. ദെൻ സെപ്സിസ്. സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? അണുബാധ, ബ്ലഡിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസുകൾ. ദെൻ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് അല്ലെ. ഹാർട്ട് അറ്റാക്ക് പോലുള്ള കേസുകൾക്ക് നമുക്ക് പേഷ്യൻസിനെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ICUയിൽ കെയർ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയേ. Who are cared for in the ICU?
സെപ്സിസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ആവില്ലേ, അണുബാധ, ബ്ലഡിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസുകൾ. ഓക്കെ, വായിച്ചെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ? ICU നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ, ഇൻട്രൊഡക്ഷനും. ദെൻ ഇങ്ങനെയൊക്കെ ഏത് സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ICU ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കോമൺ ടൈപ്സ് ആണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയല്ലോ? മതിയോ? നമ്മൾ വെന്റിലേറ്ററിന് ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ദെൻ ICU പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് ദിവസം വരുമ്പോ ഇത്രയും ഭാഗം നന്നായിട്ട് വായിക്കാം. ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ്? ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോകാം കേട്ടോ. സ്പീഡൊക്കെ ഓക്കെ ആണല്ലോ? ഈ ഒരു നോർമൽ സ്പീഡിലാണ് കേട്ടോ നമ്മൾ ഇനി പോകുന്നത് ക്ലാസ്. ഓക്കെ, ഈ സ്പീഡ് കൂടുതലോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, എല്ലാവരും ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്റെ ഒരു സ്പീഡിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിക്കാം കേട്ടോ. കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാം, അതോടൊപ്പം പഠിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss.